തൃക്കക്കര KMM കോളേജിലെ ഭക്ഷ്യവിഷബാധയിൽ DMO റിപ്പോർട്ട് തേടി നഗരസഭ ആരോഗ്യ വിഭാഗം ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, എന്താണ് ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യനില? എന്താണ് ഇന്ന് നടക്കാനിരിക്കുന്ന മറ്റു നടപടികൾ? ഗൗതം, കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 73 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതായാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ DMO ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ ആരോഗ്യ വിഭാഗത്തിനോടാണ്, അല്ലെങ്കിൽ തൃക്കാക്കര മേഖലയിലുള്ള ആരോഗ്യ പ്രവർത്തകരോടാണ് DMO ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഭക്ഷണത്തിൽ നിന്നാകാം ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നതും. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മറ്റ് സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, ശരി, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.